എല്ലാവർക്കും നമസ്കാരം. GK പോയിന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. കേരള PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഉത്തരം തമിഴ്നാട്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി എവിടെയായിരുന്നു? ഉത്തരം പയ്യന്നൂർ. പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് എന്ന പ്രദേശത്തായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ തടാകം. വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അദ്ദേഹം 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ, 244 കിലോമീറ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അടുത്ത ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏത്? കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ആണ് രാജ്യസമാചാരം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം അയ്യങ്കാളി. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏതാണ്? ഉത്തരം കഥകളി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആര്? ഉത്തരം പത്മ രാമചന്ദ്രൻ. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ. വൈക്കം സത്യാഗ്രഹം 1924 നയിച്ച പ്രധാന നേതാവ് ആര്? ഉത്തരം TK മാധവൻ. വൈക്കം സത്യാഗ്രഹം നയിച്ച പ്രധാന നേതാവാണ് TK മാധവൻ. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം. KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായി 2026 നിയമിതനായ നടൻ ആര്? ഉത്തരം മോഹൻലാൽ. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആര്? ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ, അതായത് 2025 മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആര്? ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം EP രാജഗോപാലൻ. അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം നെയ്യാർ. നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയുടെ 2026 ആദ്യ ദൗത്യം ഏത്? ഉത്തരം PSLV C62. ഇത് EOS 01 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും പരാജയപ്പെട്ടു. ലോക പരിസ്ഥിതി ദിനം എന്ന്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഉത്തരം ജൂൺ 5. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? വേല ചെയ്താൽ
കൂലിക്കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. കേരള ടാഗോർ എന്നറിയപ്പെടുന്ന കവി ആര്? കേരള ടാഗോർ എന്നറിയപ്പെടുന്ന കവി ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? അഥവാ RBIയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം മുംബൈ. മഹാരാഷ്ട്രയിലെ മുംബൈ ആണ് ശരി ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏത്? ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? NS മാധവൻ. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു ലഭിച്ചത്? KG ശങ്കരപിള്ളയ്ക്കാണല്ലേ. KG ശങ്കരപിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഗോദവർമ്മ രാജ. ഗോദവർമ്മ രാജയാണ് ശരി ഉത്തരം. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ഉത്തരം പെരിയാർ. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവുമധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഏത്? ഇന്ത്യയിലെ നദികളിൽ ഏറ്റവുമധികം ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഉത്തരം ബ്രഹ്മപുത്ര. അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓസ്റ്റിയോളജി. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ സ്ഥാപകൻ ആണ് രാമനാഥ് ഗോയങ്കെ. ഉത്തരം രാമനാഥ് ഗോയങ്കെ. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഹോമി ജെ ഭാഭ. ഹോമി ജെ ഭാഭ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം പാമ്പാടും ചോല. പാമ്പാടും ചോല. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരളം ആണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം. കമ്പ്യൂട്ടർ മേഖലയിലെ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? കമ്പ്യൂട്ടർ മേഖലയിലെ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ട്യൂറിംഗ് പുരസ്കാരം. ട്യൂറിംഗ് പുരസ്കാരം. റോളിംഗ് പ്ലാൻ എന്ന പേരിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? റോളിംഗ് പ്ലാൻ എന്ന പേരിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? ഉത്തരം മൊറാർജി ദേശായി. മൊറാർജി ദേശായി. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. 1951. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്ന്? പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്ന്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിൽ സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നതെന്ന്? ഇന്ത്യയിൽ സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നതെന്ന്? ഉത്തരം 1952 ഒക്ടോബർ 2. 1952 ഒക്ടോബർ 2. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു? ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക മുന്നോട്ട് വച്ചത് ആര്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക മുന്നോട്ട് വച്ചത് ആര്? ഉത്തരം PC മഹലനോബിസ്. PC മഹലനോബിസ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് എന്ന്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് എന്ന്?
2014 സെപ്റ്റംബർ 25. 2014 സെപ്റ്റംബർ 25. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏത്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏത്? ഉത്തരം സിംഹം. ഗംഗാ നദിയെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഗംഗാ നദിയെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഉത്തരം നമാമി ഗംഗ. നമാമി ഗംഗ. കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഏത്? കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഏത്? ഉത്തരം പെരിയാർ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഉത്തരം ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിൻ. അപ്പോൾ ഇത്രയും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതുപോലെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം.